എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഇന്ന് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് കുന്നംകുളത്ത് പുതിയ ഒരു സംഘടന രൂപീകരിച്ചതിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുവാൻ വേണ്ടിയാണ്. നേത്രദാനം, ബോഡി ദാനം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ നേത്രദാനം ചെയ്യുവാനും ബോഡി ദാനം ചെയ്യുവാനും ആരും മുന്നോട്ട് വരാത്ത ഒരു അവസ്ഥയാണ് എന്നുള്ളത്. ഇതിനെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ മൂലമാണ് പലരും ഇതിന് മുന്നോട്ട് വരാത്തത്. സമൂഹത്തിൽ നേത്രദാനത്തെക്കുറിച്ചും ബോഡി ദാനത്തെക്കുറിച്ചും ഉള്ള തെറ്റായ ധാരണകൾ മാറ്റുവാനും ഇവയെ പ്രോത്സാഹിപ്പിക്കുവാനും വേണ്ടിയാണ് കുന്നംകുളത്ത് പുതിയ ഒരു സംഘടന തുടങ്ങിയത്. ഇരുട്ടു നിറഞ്ഞ ഒരാളുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുവാൻ സഹായിക്കുന്ന ഈ സംഘടനയ്ക്ക് വെളിച്ചം നേത്രദാന ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. ട്രസ്റ്റിന്റെ ഔദ്യോഗിക ലോഗോ പ്രകാശനം കഴിഞ്ഞ തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ നിർവഹിക്കുകയുണ്ടായി. നേത്രദാനത്തിനും ബോഡി ദാനത്തിനും വേണ്ടി മാത്രം തുടങ്ങുന്ന കേരളത്തിലെ ആദ്യത്തെ സംഘടന എന്ന പ്രത്യേകത കൂടി ഈ സംഘടനയ്ക്കുണ്ട്. മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായ ഒരു സംഘടന കൂടിയാണിത്. കേരളം മുഴുവൻ ഈ സേവനം തികച്ചും സൗജന്യമായി ചെയ്യുവാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. സമൂഹത്തിൽ നേത്രദാനത്തെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഇന്ന് നിലവിലുണ്ട്. നേത്രദാനത്തിന് വേണ്ടി സമ്മതപത്രം എഴുതി കൊടുത്താൽ മരണശേഷം കണ്ണ് അങ്ങനെ ചൂഴ്ന്നെടുത്ത് മുഖം വികൃതമാകുമോ, മരണാനന്തര ചടങ്ങുകൾ വൈകുമോ, കണ്ണെടുക്കുവാൻ വേണ്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഇന്ന് സമൂഹത്തിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് നേത്രദാനത്തിന് ആരും മുന്നോട്ട് വരാത്തത്. ഇപ്പോൾ ഇന്ത്യയിൽ 14 ലക്ഷം പേർ നേത്രപടലത്തിന്റെ തകരാർ മൂലം അന്ധത അനുഭവിക്കുന്നുണ്ട്. അതിൽ 99% പേർക്കും നേത്രപടലം മാറ്റിവെക്കുന്ന സർജറി ചെയ്താൽ കാഴ്ച കിട്ടും. എന്നാൽ ഒരു വർഷം 25,000 സർജറി മാത്രമാണ് ഇന്ത്യയിൽ ചെയ്തു കൊടുക്കുവാൻ കഴിയുന്നത്. കൂടുതൽ സർജറി ചെയ്തു കൊടുക്കുവാൻ കഴിയാത്തത് നേത്രപടലം കിട്ടാത്തത് കൊണ്ട് മാത്രമാണ്. ഇപ്പോൾ ഇന്ത്യയിൽ 1000 മരണങ്ങൾ നടക്കുമ്പോൾ അതിൽ 2 പേർ മാത്രമാണ് നേത്രദാനം ചെയ്തവർ. നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടും ഒരുപാട് മരണങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ കുറച്ച് കോർണിയ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഒരുപാട് പേരെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിന്റെ ലോകത്തിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് കഴിയും. സംഘടനയുടെ രണ്ടാമത്തെ ഉദ്ദേശം മരണാനന്തരം മൃതശരീരം മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് പഠന ആവശ്യത്തിന് ദാനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. സദുദ്ദേശത്തോടെ മാത്രം തുടങ്ങിയ ഞങ്ങളുടെ ഈ സംഘടനയ്ക്ക് എല്ലാ മാധ്യമ സുഹൃത്തുക്കളുടെയും സഹായ സഹകരണവും പിന്തുണയും പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ഒരു ബോഡി അതിനെ കണ്ണവയാൽ നൽകണമെങ്കിൽ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. പിന്നെ അതിലാരെങ്കിലും ഒരാള് ഓപ്പറേഷൻ പറഞ്ഞാൽ കൊടുത്താൽ തന്നെ പണ്ടത്തെ കേട്ടിട്ടുണ്ട്. ഒരുപാട് ഇല്ല, കണ്ണിന്റെ അത്ര പ്രശ്നമൊന്നുമില്ല. കണ്ണിനാണ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മളൊരു അതിന്റെ ഒരു അഫിഡവിറ്റ് തയ്യാറാക്കണം. അതില് അവരെ വീട്ടുകാരൊരു സൈനൊക്കെ വേണം. ഒബ്ജക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്നില്ല. ഒബ്ജക്ഷൻ ചെയ്യാത്തവര് ഒരുപാട്. പിന്നെ നമ്മളെ മരണശേഷമാണല്ലോ എടുക്കുന്നത്. അപ്പൊ അങ്ങനെ പൊതുവാർക്കും അത്ര ഒരു ബുദ്ധിമുട്ടും പ്രയാസത്തിലും കാണാൻ സാധ്യതയില്ല. അങ്ങനെയുള്ള വ്യക്തികളുണ്ടെങ്കിൽ അല്ല, അതെ, അപൂർവം ചിലവുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്നില്ല. നമ്മൾ ആയിരക്കണക്കിന് പേരോടെ ഉണ്ട്. നമ്മളിപ്പോ ചുറ്റുപാടും മരണം നോക്കുകയാണെങ്കിൽ ഓരോ ദിവസവും ആയിരക്കണക്കിന് പേര് മരിക്കുന്നില്ലേ. അത് ചെറിയൊരു 10% കിട്ടുകയാണെങ്കിൽ തന്നെ എത്രയോ കണ്ടില്ലാത്തവർക്ക് ഒരു ഗുണല്ലേ. ഔദ്യോഗികമായിട്ട് കേരളം മൊത്തം നമ്മൾ ടൈപ്പ് ആയിട്ടുണ്ട്. എല്ലാ ബാങ്കായിട്ട് ടൈപ്പ് ആയിട്ടുണ്ട്. ഇപ്പൊ എവിടെ വേണമെങ്കിൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം. നമ്മൾ കുന്നംകുളത്ത് ആദ്യമായിട്ടൊന്നും ചെയ്തു ഞങ്ങളിപ്പോ എല്ലാ സൗജന്യമായിട്ട്. നമ്മളിപ്പോ മരണം നടന്നു കഴിഞ്ഞാൽ 6 മണിക്കൂറിനുള്ളില് നമ്മൾ ബാങ്കായി ബന്ധപ്പെടും. അവര് നേരിട്ട് വന്നിട്ട് കണ്ണ് കളക്ട് ചെയ്ത് പോകും. ഒരു 1/2 മണിക്കൂർ സമയം ആകെ വേണ്ട. പിന്നെ കണ്ണ് എടുത്തതായി ഒരിക്കലും അറിയില്ല. സമ്മതപത്രം ഇല്ലെങ്കിലും കുഴപ്പമില്ല, വീട്ടുകാർ സമ്മതിക്കുകയാണെങ്കിൽ.
സമ്മതപത്രം ഉണ്ടെങ്കിലും വീട്ടുകാരെ സമ്മതിക്കണം. ഒരു മിനിറ്റ്, അതിൽ നമ്മളിപ്പോ ഞാനാണ് ദാനം ചെയ്യുന്നെങ്കിൽ ഞാൻ സമ്മതപത്രം എഴുതി തന്നു കഴിഞ്ഞാലും എന്റെ അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും എതിർപ്പ് പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അവര് അത് അംഗീകരിക്കുന്നില്ലെങ്കിൽ എടുക്കാൻ കഴിയില്ല. നിയമാനുസൃതം അതാണ് ഗവൺമെന്റ് നിയമാവലി പറയുന്നതും അങ്ങനെ തന്നെയാണ്. അതല്ല പറഞ്ഞത് നമുക്ക് ഞാൻ പറഞ്ഞു മനസ്സിലാവും. ഒരു ദിവസം നമ്മൾ എടുത്തു നോക്കി എത്രയോ മരണം നടക്കുന്നുണ്ട്. അതിൽ 10% പേരെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ബാക്കി ഇനി താല്പര്യമില്ലാത്തവർ വേണ്ട, നിർബന്ധിക്കുന്നില്ല, ആരും നിർബന്ധിക്കില്ല. ഒരു ചെറിയൊരു പ്രതിസന്ധി ഇതിൽ നിൽക്കുന്നുണ്ട്. എങ്കിലും ഞങ്ങളിപ്പോ ഓൾറെഡി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആളുകൾ വരുന്നതിനനുസരിച്ചിട്ട് ഞങ്ങൾ ക്രമീകരണം ചെയ്യുന്നുണ്ട്. എല്ലാവരും എല്ലാ ഭാഗത്തും എല്ലാവരുടെയും അങ്ങനെ ഉണ്ടാവണമെന്നില്ല. അപൂർവം ചില സാഹചര്യങ്ങളിൽ അങ്ങനെ ഉണ്ടാവുന്നുണ്ട്. അത് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യും. അങ്ങനെ ഒരു എടുത്ത് അയാൾ എഴുതി തന്നതിന്റെ പേര് ഞങ്ങൾ എടുത്തിട്ടേ പോവും, അങ്ങനെയുള്ളൊരു വശങ്ങളൊന്നുമില്ല. എല്ലാവരും പരിപൂർണ സമ്മതത്തോടു കൂടി മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ. അത് 6 മണിക്കൂറിനുള്ളിൽ എടുത്തിരിക്കണം എന്നുള്ളതും കൂടി. കേരളത്തില് എങ്ങനെ രണ്ടും കൂടിയുള്ള ഒരു ബോഡി ദാനം ഐ ബാങ്കുകൾ മാത്രമാണ് കേരളത്തില് നിയമാനുസൃതമുള്ളൂ. സ്വകാര്യ മേഖലയിൽ അല്ലെങ്കിൽ ഒരു പുതിയ സംഘടന എന്നുള്ള രീതിയിൽ ഞങ്ങളാണ് ആദ്യമായിട്ട് ആരംഭിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ 2025 ഡിസംബർ 22-ാം തീയതിയാണ് ഔദ്യോഗികമായി ഇതിന്റെ രജിസ്ട്രേഷൻ നടപടികൾ. ഇത് അന്താരാഷ്ട്ര കാഴ്ച ദിനമായിട്ട് കണക്കാക്കുന്നത് ജൂൺ 10-ആണ്. അപ്പൊ ആ ജൂൺ 10-ന്റെ ലോഗോ തന്നെ പറയുന്നത് കാഴ്ച നൽകുക, ജീവിതം സമ്മാനിക്കുക. അപ്പൊ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. ഇത് നേരത്തെ തന്നെ 1944 അമേരിക്കയില് ന്യൂജേഴ്സിയിലാണ് 2 ഡോക്ടർമാർ ഈ ഉദ്യമം ആദ്യമായിട്ട് ആരംഭിക്കുന്നത്. അതിന്റെ ചോട് പിടിച്ച് ഇന്ത്യയിൽ 45-ല് ഡോക്ടർ REC മുത്തയ്യ എന്ന് പറഞ്ഞ ഒരു മാന്യനായ വ്യക്തി, ബഹുമാനിക്കപ്പെടേണ്ട വ്യക്തിയാണ് ഇന്ത്യയിൽ ഇതിനെ തുറക്കുന്നത്. അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ഐ ബാങ്കുകൾ നിലവിൽ വന്നു. കേരളത്തിലും ഐ ബാങ്ക് കൃത്യമായി നിലവിലുണ്ട്. പക്ഷെ ഇതൊക്കെ സർക്കാർ നേതൃത്വത്തിലായതുകൊണ്ട് അതിൻ്റെ ഈ പറയുന്ന രേഖാമൂലമുള്ള നടപടിക്രമങ്ങൾക്ക് കുറെ ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് ആരും അതിന് തുനിയാറില്ല, ശ്രമിക്കാറില്ല. പക്ഷെ ആധുനിക സംവിധാനത്തില് ഗാഡ്ജറ്റുകളുടെ ഉപയോഗം, മൊബൈൽ തുടങ്ങിയതിൻ്റെ ഉപയോഗമാണ് ആളുകൾക്ക് കാര്യമായ രീതിയിൽ കാഴ്ചശക്തിക്ക് തകരാറുണ്ട്. അത് അന്ധത വരുന്നുണ്ട്, കോർണിയയുടെ പ്രശ്നമുണ്ട്, റെറ്റീന വിഷയമുണ്ട്, പ്രമേഹ രോഗികളുടെ എണ്ണം കൂടിയതുകൊണ്ടും കൂടി കാഴ്ചശക്തിക്ക് വലിയ തടസ്സം വരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഐ ബാങ്കുകളിൽ രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്ക് വളരെ വിരലിൽ എണ്ണാവുന്ന ആളുകൾക്ക് മാത്രമാണ് കണ്ണ് ലഭിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് ഒരു മനുഷ്യ ശരീരത്തിൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ഡീക്കേ ചെയ്തു പോകുന്നത് അവയവം കണ്ണാണ്. 6 മണിക്കൂറിൻ്റെ ഉള്ളിൽ അത് നമ്മൾ സംരക്ഷിക്കപ്പെടുകയാണെങ്കിൽ ഇത് നേത്രപടലവും കോർണിയായും കൊടുക്കാം. അപ്പോൾ കൃത്യമായി നേത്രപടലം ആവശ്യമുള്ള ആളുകൾക്ക് ആ വൈറ്റ് ആയിട്ടുള്ള ഭാഗം കിട്ടുകയും ചെയ്യും, അതുപോലെ റെറ്റീനയും കിട്ടുകയും ചെയ്യും. അപ്പം അങ്ങനെ ശരിക്ക് ഒരു ആളുടെ 2 കണ്ണെടുത്താൽ 4 പേർക്ക് അത് കൃത്യമായി ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ വളരെ നല്ല രീതിയിൽ ആളുകളെ ബോധവൽക്കരിക്കുക, അതുപോലെ ജനങ്ങൾക്ക് ഇതിൻ്റെ ഒരു ആവശ്യം എത്തിക്കുക, നശിച്ചു പോകുന്ന സാധനം മറ്റുള്ളവർക്ക് കാഴ്ച നൽകുക, ജീവിതം സമ്മാനിക്കുക. ഇവിടെ അതേസമയം ഒരാൾക്ക് നമുക്കൊക്കെ ഭയം എന്താ വെച്ചാൽ കണ്ണെടുത്തു കഴിഞ്ഞാൽ ആ ശരീരം പിന്നീട് കാണാൻ വൈകൃതമാവും. അപ്പോൾ അതൊരു ഭംഗി ഉണ്ടാവില്ല എന്നുള്ളതാണ്. പക്ഷെ അതൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. അവർ ആർട്ടിഫിഷ്യൽ സംവിധാനം അവിടെ ചെയ്യും, അവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യും, അറിയുക പോലുമില്ല. ഒരു 15 മിനിറ്റ് 20 മിനിറ്റാണ് ഒരു കണ്ണെടുക്കാനുള്ള സമയം. അവർ വന്ന് കൃത്യമായി അത് ഇതും നേരത്തെ തന്നെ ഞങ്ങൾ കൃത്യമായ ഫോമുകളൊക്കെ രേഖപ്പെടുത്തി അവരിൽ നിന്ന് സമ്മതപത്രം ശേഖരിച്ചു വയ്ക്കും. ഇനി ഇൻ കേസ് എന്തെങ്കിലും കാരണവശാൽ അതേ ദിവസം മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ഫാമിലി പറയാണ് ഞങ്ങൾക്ക് സമ്മതമല്ല എങ്കിൽ ഞങ്ങൾ ഒരു തരത്തിലുള്ള നിർബന്ധ ബുദ്ധിയും ഇല്ല, അത് വേണ്ടെന്ന് വെക്കുകയും ചെയ്യും. ഞങ്ങളെ കൃത്യമായി വിവരം അറിയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ 10-23 സ്ഥലങ്ങളിൽ അവർക്ക് ഇപ്പോൾ തന്നെ സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അറിയിപ്പ് കിട്ടിയാൽ ഉടൻ തന്നെ അവരുമായി ബന്ധപ്പെട്ടാൽ ഏത് സമയത്തായാൽ പോലും അവർ വന്ന് അഹല്യ ഫൗണ്ടേഷൻ ആണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്താ വേണം സംശയം? ഒരു സംശയം, കണ്ണിന് രോഗമുള്ള ഒരാൾ മരിച്ചു, കണ്ണിന് ഏത് തരത്തിലുള്ള ഉദ്ദേശം കൊണ്ടാ?
ഏത് പ്രമേഹം കൊണ്ടാണോ ആ, അതല്ല പിന്നെ അത് പ്രശ്നമില്ല. അത് നമ്മളെ ഒരാളെ രോഗം ബാധിക്കുന്നത് കണ്ണിന്റെ വെയിനുകളിലെയാണ്. അതൊന്നും കുഴപ്പമില്ല. ഇല്ല കുഴപ്പമില്ല. അത് കുഴപ്പമില്ല. ആ കണ്ണിന്റെ വെയിനുകള് എന്തായാലും അവർക്ക് എടുക്കുന്നില്ല. നമ്മള് ഇത് മാത്രമേ എടുക്കുള്ളൂ. ലെൻസ് പോലത്തെ ഈ സാധനം കണ്ണിന്റെ സൈഡിലൊരു ക്യാൻസർ വരിക അങ്ങനത്തെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റില്ല. ക്യാൻസർ അതുപോലെ AIDS അങ്ങനെ വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ രോഗബാധിതരായിട്ടുള്ള ആളുകളുടെ ആക്സിഡന്റ്സ്. കാരണം ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ ഒരു വലിയ വിഷമം പിടിച്ച സിറ്റുവേഷനിൽ കണ്ണെടുക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ വൈകാരിക പ്രശ്നങ്ങളുണ്ടാകും. ഞങ്ങളിപ്പോ എത്ര ഇല്ല ഞങ്ങൾ തുടങ്ങുന്നല്ലോ. ഒരു കണ്ണ് ദാനം ചെയ്യൽ കഴിഞ്ഞു. രണ്ടെണ്ണം കഴിച്ചു. ഒരെണ്ണം അങ്ങനെ സാമ്പിൾ പോലെ ചെയ്തിരുന്നോ ആയി തുടങ്ങുന്നത്. അതിന്റെ ഞങ്ങളാണ് ഇതിന്റെ ആ, അതിൽ കാണുന്നത്. ട്രസ്റ്റികൾ. ഓക്കെ ഓക്കെ, താങ്ക് യു.